അപ്പോൾ ഈ യാത്രാ സമയം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറല്ലേ, ഈ യാത്രാ സമയം കുറയ്ക്കുക എന്നുള്ളത്? കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ടൂറിസം സാധ്യതകളുള്ള, ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ ഈ യാത്രാ സമയം കുറഞ്ഞാലല്ലേ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ? അതിനാണല്ലോ ഞങ്ങൾ ഒരു പദ്ധതി ഇട്ടിരുന്നത്. കേരയിൽ നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. ഒരു 4 മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരം കണ്ണൂർ കണക്ഷൻ വരും. അതിൽ എറണാകുളത്തൊക്കെ ഉള്ള ആളുകൾക്ക്, എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജോലി ചെയ്തിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് എറണാകുളം ആണെങ്കിൽ ജോലി ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് വരാം. 1-2 മണിക്കൂർ എടുക്കും. അപ്പോൾ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഓക്കെ. അത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വേണ്ട എന്ന നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം എടുത്തു. അങ്ങനെ വന്നപ്പോൾ സാധാരണഗതി അനുമതി തരേണ്ട കേന്ദ്ര ഗവൺമെൻറ് അതിനോടൊപ്പം നിന്ന് അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് നടപ്പാക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ. റെയിൽ ഏത് വരുമ്പോൾ കേന്ദ്രത്തിന് അനുമതി വേണം. അപ്പോൾ സംസ്ഥാനത്തിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് നടപ്പായില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ വേഗതയുള്ള യാത്ര നടത്താൻ കേരളീയർക്ക് സാധിക്കും. ഓക്കെ. ഇപ്പോൾ ഇനി ഒരു തുടർ ഭരണം വരികയാണെങ്കിൽ ഈ ഒരു യാത്രാമാർഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ തന്നെ ഒരു നടപടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ RRT ഇപ്പോൾ ഡൽഹി മീററ്റ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലും ആരംഭിക്കാൻ പറ്റും. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആ നിലക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് കാണുന്നത്. ഓക്കെ. 25-ാം വയസ്സിൽ താങ്കൾ MLA ആയി, അതിനുശേഷം ഇതുവരെ ആ ഒരു ചെറിയ പ്രായത്തിൽ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യുവാക്കൾ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് പൊളിറ്റിക്സിലേക്ക് വരാത്തത്? അവർക്ക് വരാൻ അവസരം കിട്ടാഞ്ഞിട്ടാണോ, അതോ കാര്യമായിട്ടുള്ള നേതാക്കൾ യുവാക്കളിൽ നിന്ന് ഉണ്ടായി വരാത്തതാണ്? എന്താണ് അതിനകത്തൊരു പ്രശ്നം താങ്കൾ കാണുന്നത്? ഇപ്പോഴും യുവാക്കൾ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ പൊതുവെ ഇങ്ങനെയൊരു തോന്നലുണ്ട്. എന്നാൽ അത് വസ്തുതാപരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നല്ലതുപോലെ യുവാക്കൾ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നത് തന്നെയുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാനും യുവാക്കൾ തയ്യാറാകുന്നുണ്ട്. ത്യാഗങ്ങൾ അനുഭവിക്കാനും നല്ലതുപോലെ സന്നദ്ധരാകുന്നുണ്ട്. എന്നാൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചില പ്രത്യേകതകളുണ്ടാകും. ആ പ്രത്യേകതകൾ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് പോകാൻ കഴിയണം. അതാണ് പ്രധാനം. ഓക്കെ. തീരെ രാഷ്ട്രീയാഭിമുഖ്യമില്ല എന്ന നിലപാടെടുക്കാൻ പറ്റില്ല. എന്നാൽ രാഷ്ട്രീയാഭിമുഖ്യമില്ലാത്ത ഒരു സെക്ഷൻ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഓക്കെ. നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പ്രത്യേകിച്ച് റോഡ് വികസനം, റെയിൽ വികസനം, ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും പലപ്പോഴും ദീർഘവീക്ഷണമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് മുതൽ, അത് തങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തല്ല, പണ്ട് മുതലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ദീർഘവീക്ഷണം ഇല്ലാത്ത കൊണ്ട് നമുക്ക് പിന്നീട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ നിരന്തരം കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ കാണാം. അതിപ്പോൾ ഫ്ലൈ ഓവർ നിർമ്മാണത്തിലാണെങ്കിലും റോഡ് നിർമ്മാണത്തിലാണെങ്കിലും അങ്ങനെ പല കാര്യത്തിലും. അത് ശരിക്കും ഒരു പോരായ്മയല്ലേ, ദീർഘവീക്ഷണമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത്? അല്ല, ഇതിൽ പദ്ധതികളിലുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡിലൂടെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ആ ഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടാവും, ചില ഘട്ടത്തിൽ ടെലിഫോണിൻ്റെ ലൈൻ ഇതിന് അകത്തോടി പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് വെട്ടിപ്പൊളിക്കുന്നതിന് പകരം ആദ്യമേ തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അങ്ങനെയൊരു കോർഡിനേഷൻ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ ഞങ്ങൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു പരിധിയോളം മാറിയിട്ടുണ്ട്, പൂർണ്ണമായി മാറിയിട്ടില്ല. പക്ഷെ അത് മാറേണ്ടതുണ്ട്. മാറി ഒരു മേഖലയിൽ വികസനം വരുമ്പോൾ, റോഡ് വികസനം വരുമ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ എന്തൊക്കെ വരാനുണ്ടോ അതിനുള്ള സൗകര്യങ്ങൾ കൂടി അപ്പോൾ ഒരുക്കുന്നത് നന്നാവുമെന്ന് തന്നെയാണ് കാണുന്നത്.